നമസ്കാരം. തെരഞ്ഞെടുപ്പിലെ PR വിസ്മയങ്ങൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നേതാക്കളുടെ സംവിധാനം ചെയ്യപ്പെട്ട PR ഐറ്റങ്ങളും അരങ്ങേറും. സാധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി എന്നിവരുടെ പരിപാടികളിലാണ് ഇത്തരം കലാപ്രകടനങ്ങൾ ഉണ്ടാകുക. ഇലക്ഷന് ഇവ ഒഴിവാക്കാനാവാത്തതുമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് തിരക്കിട്ട പാർട്ടി പരിപാടികൾക്കിടയിലാണ് ഒരു ഐഡിയ തോന്നിയത്. ഒരു വീട്ടകത്തിലെ അടുക്കളയിലേക്കായി സന്ദർശനം. വിലക്കയറ്റം കുടുംബ ബജറ്റുകളെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ. കപ്പയും മത്തിയും കഴിച്ചേ മടങ്ങിയുള്ളൂ. CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലെ പാത്രം സ്വയം കഴുകി വെച്ചാണോ പോയത് എന്നറിയില്ല. ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടോ? അവിടെ നമുക്ക് ആരംഭിക്കാം. കുടിയേറ്റ കർഷകനാ പാലാക്കാരൻ തോമ. ചേടത്തി അയ്യോ കൊച്ചമ്പ്രാനോ? ഇതെന്നെ ഉണ്ടാക്കുന്നത്? നല്ല അസലും മീൻകറി. വായിന്ന് വെള്ളം വരുന്നു. KC വേണുഗോപാൽ അടുക്കളയിൽ കയറി പോകുന്ന കണ്ടാത്തോന്ന് ആദ്യമായിട്ടാണ് ഈ കപ്പയെ കാണുന്നത്. കപ്പയുണ്ടോ ചേട്ടത്തി? ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാരും പറയുന്നു വലിയ മാറ്റം ഉണ്ടായിട്ട് 10 കൊല്ലം ഒരു കാര്യം അറിയാനായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്കൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ഇതേ പുറത്ത് വയ്ക്കുന്നവന്മാർ അറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും. എന്നിട്ട് ഒരു മത്തി എടുത്ത് ഇങ്ങനെ നോക്കി നോക്കാം. ജീവിക്കാനാണോ കുഞ്ഞുങ്ങളായിട്ട് മുളക് കൂടി മല്ലി കൂടി നമുക്കൊരു 1000 രൂപ കൊണ്ട് ചെന്നാൽ അതുമായിട്ടുള്ള സാധനത്തിനുള്ള വില നമുക്ക് കുറച്ച് കിട്ടണം. അത്രേ ഉള്ളു. തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട്. കപ്പ ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്. അടുക്കള ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്. പിന്നെ മത്തി ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്. ഈ കപ്പയ്ക്കും അടുക്കളയ്ക്കും മത്തിക്കൊന്നും ഹോട്ടലിലെന്നുള്ള ഒരു അയാൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇത്തരം PR പരിപാടികളിൽ ഒന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മുഖ്യമന്ത്രിക്ക് തീരെ വിശ്വാസമില്ല. പുതുയുഗ യാത്രയിൽ നേതാവ് വന്നതിൽ പടക്കം പൊട്ടിച്ചതാണ് ആഹ്ലാദചിത്തരായ പ്രവർത്തകർ. ഇത് പൊട്ടിത്തീർന്നിട്ട് വേണ്ടേ ഒന്ന് സംസാരിക്കാൻ? പൊട്ടിയിട്ടും തീരാത്ത പടക്കശല്യത്തിൽ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. ദയവ് ചെയ്ത് പടക്കം പൊട്ടിക്കുന്നത് നിർത്തണം എന്ന് സംഘാടകർക്ക് ആവർത്തിച്ച് അഭ്യർത്ഥിക്കേണ്ടി വന്നു. എടാ ജഗ്ഗു, മുതലാളി കാറിന്നിറങ്ങുമ്പോ പടക്കം കൃത്യമായിട്ട് പൊട്ടണം. നിർത്താൻ പറ്റില്ല. നീ കൊടുത്തു പോയി മുതലാളി. വെള്ളം കോരി ഒഴിച്ച് നിർത്തണ. ഈ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകളൊന്ന് മാറിക്കൊണ്ട് ആ പടക്കം പൊട്ടിക്കലൊന്ന് നിർത്തണം. ഇനി പുതിയ പടക്കം പൊട്ടിക്കരുത്. വളരെ നിർബന്ധമായി പറയുന്നു, പടക്കം പൊട്ടിക്കൽ നിർത്തണം. എങ്ങനെയെങ്കിലും ഒന്നും നിർത്താൻ പറയണം. അത് പോയി തീർന്നാലേ നിൽക്കുള്ളൂ. ബീഹാറിൽ പറയണം. ഇവിടെ പടക്കം പൊട്ടെ ബീഹാറിൽ പോയി പണ്ട് വല്ല കാര്യമുണ്ടോ? ബീഹാറി ഭാഷ പറയണം. ദയവ് ചെയ്ത് ആ പടക്കം പൊട്ടികളൊന്ന് നിർത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതുണ്ട്. VD സതീശന് പടക്കമാണ് ചതുർത്ഥിയായതെങ്കിൽ മുഖ്യമന്ത്രി പിണറായിക്ക് ചെണ്ടമേളമായിരുന്നു. അധ്യാപക സംഘടനാ യോഗത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് ചെണ്ടമേളം നിർത്താതെ കൊട്ടിക്കയറിയാൽ മുഖ്യനല്ല ആർക്കും അലോസരം വരും. തൻ്റെ പ്രസംഗം വേണോ,
ചെണ്ടമേളം വേണോ എന്ന ഭാവത്തിൽ മുഖ്യമന്ത്രി നിന്നതോടെ ചെണ്ടമേളം ശമിച്ചു. ബാലിച്ചന്റെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ അവർക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ നിസ്സഹായരായതാണ്. ആ നിസ്സഹായത നിങ്ങളെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മുട്ടാണോ അല്ല വേറെയാണോ? നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നിങ്ങളെന്തോ ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ള മട്ടില് നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ ചെണ്ടയെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഏതോ പുറത്തുള്ള വല്ല പ്രകടനക്കാരോ മറ്റു ജാഥക്കാരോ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള പരിപാടിക്കാരോ ആണ്. ടൈമിംഗ് മൊത്തം പോയി. നിങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണെന്നാണ് ഇപ്പൊ അത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ അത് നന്നായിട്ട് കാണുന്നുണ്ട്. നല്ലത് തന്നെ. നിർത്ത്. ശോകഗാനം ഇത്രയും മതിയോ? മതി ധാരാളം. വിട്ടോ ഓക്കെ. ജീവൻ വേണം ഓടിക്കോ. വിട്ടോ. കുറച്ചു കാലമായി മൈക്ക് മുഖ്യമന്ത്രിയെ ചതിക്കാറില്ലായിരുന്നു. ഇതാ വീണ്ടും തുടങ്ങി. കോഴിക്കോട് നടന്ന തദ്ദേശ ദിനാഘോഷത്തിലാണ് മൈക്ക് പണിമുടക്കിയത്. മൈക്ക് പിണങ്ങിയെങ്കിലും മുഖ്യമന്ത്രി പിണങ്ങിയില്ല. ഇതോടൊപ്പം സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം നമുക്ക് ദേഷ്യം വരരുത്. അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം സംസാരിക്കാൻ. മനസ്സിലായോ? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ഇത്തവണത്തെ മൈക്ക് സാധാരണ ഞാൻ ഉണ്ടാകുമ്പോൾ കളിക്കുന്ന കളിയാണ്. നേരത്തെ തന്നെ തുടങ്ങിയതാണ്. മൈക്ക് പണിമുടക്കിയപ്പോൾ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പണ്ടിവിടെ പോലീസ്. മൈക്കിനെതിരെ കേസെടുക്കാത്തത് ഭാഗ്യം. പ്രസംഗത്തിനിടയിൽ മൈക്ക് ശരിയാക്കാൻ വന്ന ഓപ്പറേറ്റർ സഖാവിനെ ഗോവിന്ദൻ മാസ്റ്റർ ഗെറ്റ് ഔട്ടും അടിച്ചു. സ്വരം നന്നാവാത്തതിന് മൈക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരി. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട കേസ് എടുത്തിരിക്കുകയാണ്. മൈക്കിന് ഹോളിംഗ് ഉണ്ടായതിന്റെ പേരിൽ. ആരാണ് ഒന്നാം പ്രതി? മൈക്ക്. രണ്ടാം പ്രതി ആരാണ്? ആംപ്ലിഫയർ. ഇത്രയും വിചിത്രമായ ഒരു കേസ് കേരളത്തിന്റെയോ ഈ രാജ്യത്തിന്റെയോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതും BBC റെയ്ഡ് ഒരുപോലെയാണ് എന്ന് പറയാനാണ്. ഇതിന്റെ ബൈക്കിന്റെ ഞാനാ ഉത്തരവാദി. സഹോദരി സഹോദരന്മാർ, ഇതെന്തായാലും ഇതെല്ലാം കുറേ സാധനമുണ്ട്. പക്ഷെ അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല ശരിയായിട്ട് ശാസ്ത്രീയമായി. ഈ മൈക്ക് ചെറിയതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുവല്ലേ പ്ലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയെ തുടർന്ന് വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തലും പിഴവ് തീർക്കലും വരുത്തിയല്ലോ. അതോടെ മൈക്കിനോടുള്ള വിരോധവും ഉപേക്ഷിച്ചു CPM. ഈ മൈക്കിന്റെ ആളൊന്നും ഇങ്ങോട്ട് വന്നാൽ നല്ലതാ. അല്ല, അവര് ചെയ്തോട്ടെ. നമ്മൾ ചെയ്താൽ ചിലപ്പോൾ പൊട്ടി പോകും. ഇല്ലേ, മൈക്കിന്റെ ആളില്ലേ? പിന്നെ ഞങ്ങൾ തിരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, പിണറായി മൈക്ക് വന്നപ്പോൾ ആ മൈക്കുകാരനെ ഇങ്ങോട്ട് വിളിക്കും. ശരിയായി. സഖാക്കളെ,
മറ്റാളുകൾ എന്താ വിചാരിക്കുക? ഞാനിപ്പോൾ മൈക്കിൻ്റെ മേലെ നോക്കലേ ഇല്ല. കാരണം ഒരു പ്രാവശ്യം നോക്കിയിട്ട് തന്നെ വലിയ പ്രശ്നമാണ്. ഇവരിപ്പോൾ ആരോ ഉൾക്കൊണ്ടു, ചർച്ച ചെയ്തു, ഉൾക്കൊണ്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് പല വിസ്മയങ്ങളും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുവെങ്കിലും മുന്നണികളിൽ വലിയ ചേരിമാറ്റമൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. ചില വ്യക്തികൾ വിസ്മയമാകും എന്ന് തിരുത്തി. ഐഷ പോറ്റി വന്നുവെങ്കിലും മുൻ MLA എസ് രാജേന്ദ്രൻ പോയത് BJP-യിലേക്കാണ്. പിന്നെ ആര് വിസ്മയം എന്ന് ചിന്തിച്ചവർക്കുള്ള ഉത്തരമായി പാലക്കാട്ട്. VS-ന്റെ മുൻ PA വി സുരേഷിന് താങ്ങായി തണലായി UDF. VS-നെ മുഖ്യമന്ത്രിയായി നിയമസഭയിൽ അയച്ച മലമ്പുഴയിൽ സുരേഷ് സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ഇത്രത്തോളം ഒരു ഇൻസൾട്ട് അനുഭവിക്കാൻ തക്ക തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. Go away, stupid! In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമില്ല. ഇപ്പൊ പ്രാവശ്യമല്ലേ പറയുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. 100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുക്കില്ല എന്ന വാചകം അദ്ദേഹം പറഞ്ഞതോടുകൂടി എനിക്കൊരു സ്പേസ് ഇല്ല. ഇനി ഞാൻ വഴിയാധാരായി. ഞാൻ മഴയത്തും വെയിലത്തും നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? മക്കളെ കേറുവാ. ആ സമയത്ത് എന്റെ തളരുന്ന കൈക്ക് പിടിച്ച് സംരക്ഷണം തരാമെന്ന് UDF സംവിധാനം ഏറ്റു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സതീശേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീഷ് VD സതീശൻ, സതീശേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീഷ് VD സതീശൻ കേരളത്തിന്റെ നേതാവായി മാറിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ശ്രീ VS അച്യുതാനന്ദൻ ഒരു പ്രതീകമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി ഒരു മകനെ പോലെ വാത്സല്യത്തോടുകൂടി അദ്ദേഹം കൊണ്ടു നടന്ന നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്, UDF-ലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകും, UDF-ലേക്ക് വരും. പേഴ്സണൽ സ്റ്റാഫ് വിസ്മയമാണ് ഇപ്പോൾ കോൺഗ്രസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം തെരഞ്ഞുപോയി കിട്ടുന്നത് പഴയ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകളാണ്. ഒരു തൈയിരിപ്പുണ്ടല്ലോ, തൈയെങ്കിൽ അടുത്ത വിസ്മയം ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറാണ്. കുറെ കാലമായി പാർട്ടിയുമായി പിണക്കത്തിലായിരുന്നു. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം, അയ്യോ പോകല്ലേ എന്ന് നമ്മൾ പറയൂല എന്ന് CPM ലൈൻ കണ്ട് പ്രേംകുമാറും വിസ്മയമായി. എന്നെ അവിടെ നിന്ന് മാറ്റിയോ പുറത്താക്കിയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ആ മാറ്റിയ രീതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോകാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല. അയ്യാ പോകല്ലേ, അയ്യാ പോകല്ലേ, അയ്യാ പോകല്ലേ എന്നൊന്നും ഞാൻ പറയില്ല. തുറന്നങ്ങ് വിട്ടേക്കുക. ചിലര് ഞങ്ങളുമായിട്ട് പണങ്ങുന്നുണ്ട്. പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. P. കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ജീവചരിത്ര സിനിമയിൽ കൃഷ്ണപിള്ളയായതോടെ പ്രേംകുമാർ ഇടതണികളുടെ ആരാധനാപാത്രമായി. സത്യത്തിൽ പ്രേംകുമാറും അതോടെ ഇടതായി രൂപാന്തരം പ്രാപിച്ചതാണ്. പഴയ കോൺഗ്രസ് ബന്ധവും KSU ബന്ധവും ഇപ്പോഴാണ് പ്രേംകുമാറിന് ഓർത്തെടുക്കാനായത്. പേരിനൊപ്പമുള്ള കഴക്കൂട്ടത്ത് UDF-ന്റെ വിസ്മയമാവുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഞാൻ മുമ്പേ ഒരു കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. ഞാൻ KSU പ്രവർത്തകനായിരുന്നു. KSU പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ KSU-ന്റെ ആർട്സ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആളാണ്. ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ്. ജയിച്ചാലും കാശ്, തോറ്റാലും കാശ്. വരുന്നവരെല്ലാം സ്ഥാനാർത്ഥിയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെ ആരും സ്ഥാനാർത്ഥിത്വം ഒന്നും ചോദിച്ചിട്ടില്ല. അവരാരും സ്ഥാനാർത്ഥികളാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ജവഹറെ, ഞാൻ കൂടി നിന്നാലോ? നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ, വെയിലിറക്കുമ്പോ കയറി അകത്തിരി. ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥികളുടെ ക്ഷാമം ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള അത്തരം ചില പരിഗണനകൾ കിട്ടുമെന്നൊക്കെയുള്ള ചില അവര് പറയുന്നു.
എന്റെ കാര്യം കൂടെ സാറൊന്ന് ഹൈക്കമാൻഡിൽ പുഷ് ചെയ്യണം. ജോബിമോൻ ധൈര്യമായിട്ട് ചെല്ലും, ഞാൻ പുഷ് ചെയ്യാം കേട്ടോ. തള്ളി തരും. ഞാൻ പറഞ്ഞല്ലേ എന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പാർട്ടി. പിന്നെയാണ് വേറൊരാളുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം പറഞ്ഞത്. എന്നോട് ചോദിക്കുകയാണ്, ഞാൻ അത് തീരുമാനിക്കേണ്ടതില്ലെന്ന് അന്വേഷിച്ചിരിക്കുകയാണ്. അവന്റെ അമ്മൂമ്മയുടെ ഒരു പുഷ് ഇവിടെ നമ്മുടെ കാര്യം തന്നെ പരിഗണില്ല. നീ വണ്ടി വിട്. കേരളത്തിൽ നിന്ന് ആരെയും കിട്ടാത്തതിനാൽ CPM അങ്ങ് വടക്ക് പോയി ഒരു ബദൽ വിസ്മയത്തെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. പേര് മണിശങ്കർ അയ്യർ. കോൺഗ്രസുകാരൻ എന്ന നിലയിൽ UDF വിജയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെങ്കിലും ജയിക്കാൻ പോകുന്നത് പിണറായിയാണെന്ന് പറഞ്ഞ് മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ വയറ്റത്തടിച്ചു. ഈ പച്ച മുതലാളിയുടെ വലിയ മനസ്സിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. As a congressman, I wish to see the UDF win. As a Gandhian, I want to tell the truth. Pinarayi is going to be the next chief minister. എവിടെയാ മഹാനായ മനുഷ്യൻ? എവിടെയാ ജനസേവകൻ? ആര്? മഹാത്മാഗാന്ധിയോ? അയ്യോ, അദ്ദേഹം ഇവിടെ ഇല്ല. ഗാന്ധി കണ്ട സ്വപ്നം നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്, പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരാരാ തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. ഞങ്ങളുടെ ദേശീയ നേതാവല്ല സുഹൃത്തെ, അയാൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല. ഓരോ ദിവസവും ഓരോ കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കളവ് നാളെ മണിശങ്കർ അയ്യരുമായി ബന്ധപ്പെട്ട് പറയും. മണിശങ്കർ അയ്യർ എന്താ പരിഹസിച്ചത്? കോൺഗ്രസ് അല്ല പറഞ്ഞോ? അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സർക്കാരിന് മംഗളപത്രം എഴുതാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നതാണ്, വാടകയ്ക്ക് എടുത്തതാണ്. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് പാർട്ടിയുമായിട്ട് ബന്ധമില്ല. പഴയ കാലത്തുണ്ടായിരിക്കാം, ഇപ്പോൾ ഇല്ല, ഒരു ബന്ധവുമില്ല. ആളെനിക്കറിയില്ല. സാറിന് എന്നെ ഓർമ്മയില്ല. ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിറ്റിങ്ങനൊക്കെ വരണുണ്ട്. കഷ്ടം. കേരളത്തിലെ ജനങ്ങൾക്ക് മണിശങ്കർ അയ്യർ ആരാണെന്ന് പോലും അറിയത്തില്ല. ആരാന്ന്? അതാണ് ആരാണ് എന്താണ്